പുതിയ കെണിയിൽ പെടുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ബബിത പഴയ ബബിതയായി മാറുകയാണോ എന്നൊരു സൂചന നമ്മൾ പ്രേക്ഷകർക്ക് തരികയാണ്. അതായത് ബബിതയുടെ മുടിയനുമായിട്ടുള്ള റിലേഷൻ തന്നെ ബബിതയെ തകർക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. അതായത് നമ്മുടെ ബബിതയാണെങ്കിൽ മുടിയനുമായിട്ട് നിരന്തരമായിട്ടുള്ള പ്രണയവും കൂടിക്കാഴ്ചയും ചാറ്റിങ്ങും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. പെട്ടെന്ന് തന്നെ അത് നിർത്തുകയാണ്. അതായത് മുടിയനാണെങ്കിൽ ബബിത അയക്കുന്ന ചാറ്റുകൾക്കൊന്നും റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം തന്നെ നമ്മുടെ ബബിത കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റിപ്ലൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ വിളിക്കുകയാണ്. ഒടുവിൽ വിളിച്ചിട്ട് മുടിയനോട് പറയുകയാണ്, നിനക്ക് നിൻ്റേതായ തിരക്കും കാര്യങ്ങളും അല്ലേ, ഞാൻ മെസ്സേജ് അയച്ചിട്ട് നിനക്ക് ഒരു റിപ്ലൈ പോലും തരാൻ സാധിക്കില്ല അല്ലേ, അമ്മാതിരി തിരക്കാണല്ലേ, നീ എന്നെ ഒഴിവാക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നീ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം, എനിക്കിവിടെ തിരക്കായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ, നിന്നെ വിശ്വസിച്ച എനിക്ക് തെറ്റി, നീ എന്നെ ചതിക്കുകയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ബബിതയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. എൻ്റെ ബബിത, നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല, നീ എന്നെ പറ്റിക്കുകയാണ് എന്ന് പറയുമ്പോൾ, എങ്കിൽ പറ്റിക്കുക തന്നെയാണ്, ശരി നീ വെക്കി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ഫോൺ വെച്ച് കഴിയുമ്പോൾ ബബിത ആകെ തകർന്നു പോവുകയാണ്. ബബിതയുടെ വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ അവനായിരുന്നല്ലോ. പെട്ടെന്ന് അവനിങ്ങനെ റിലേഷൻഷിപ്പ് നിർത്താമെന്ന് പറഞ്ഞ് പോകുന്ന സമയം, ഞാൻ കാണിച്ചു തരാം, ഞാൻ എല്ലാത്തിനെയും കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പഴയ ഒരു ബബിതയുടെ ക്യാരക്ടർ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ബബിതയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ് പ്രേക്ഷകരെ. എല്ലാം കൊണ്ടും ബബിത തകർച്ചയിലേക്ക് എത്തി നിൽക്കുകയാണ്. മനസ്സ് ബബിതയുടെ കയ്യിൽ നിന്നും പോവുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വൈജയന്തിക്ക് ഇനി ഇതിലൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇനി കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ അലീനയെ വീട്ടിൽ, അതായത് കടപ്പാട്ടൂർ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താനായിട്ട്, ബബിതയ്ക്ക് കൂട്ടായിട്ട് നിർത്താനായിട്ട് ചിലപ്പോൾ സാധ്യതയുണ്ട്. അതിലേക്കായിരിക്കും ചിലപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ അടുക്കാനായിട്ട് പോവുക കേട്ടോ. അതൊക്കെ കണ്ടു തന്നെ കാണണം കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ, പ്രേക്ഷകരെ.